ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐ ഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 2 Still We Rise. Woman Work. Woman Work is a poem written by Maya Angelou, an American poet. അമേരിക്കൻ പോയറ്റായ മായ ആഞ്ചലോ എഴുതിയ വുമൻ വർക്ക് എന്ന കവിതയാണ് പാഠഭാഗം. വാട്ട് ആർ ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വർക്ക് യുവർ മദർ ഡസ് അറ്റ് ഹോം? നിങ്ങളുടെ അമ്മ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? ഡസ് യുവർ ഫാദർ ഹെൽപ്പ് യുവർ മദർ വിത്ത് ഡൊമസ്റ്റിക് കോഴ്സ്? വീട്ടുജോലി ചെയ്യാൻ നിങ്ങളുടെ അച്ഛൻ അമ്മയെ സഹായിക്കാറുണ്ടോ? ഹൂ ഡസ് ദ കുക്കിംഗ്? ആരാണ് കുക്കിംഗ് ചെയ്യുന്നത്? Here is a poem that describes a woman at work. ഒരു സ്ത്രീ ചെയ്യുന്ന ജോലിയെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. Woman work. I have got the children to tend, the clothes to mend, the floor to mop, the food to shop, then the chicken to fry, the baby to dry. I got company to feed, the garden to weed. I have got shirts to press. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വരികളിലൂടെ പറയുന്നത്? ആസ് എ ഹൗസ് വൈഫ് ഷി ഹാസ് ടു പെർഫോം മെനി കോഴ്സ്. ഷി ഹാസ് ടു ടെൻഡ് ഹെർ ചിൽഡ്രൻ, മെൻഡ് ദെയർ ക്ലോത്ത്സ്, മോപ്പ് ദ ഫ്ലോർ ആൻഡ് ഡു സം ഷോപ്പിംഗ് ഫോർ ദെയർ മീൽസ്. ദെൻ ഷി ഹാസ് ടു ഫ്രൈ ചിക്കൻ, ഡ്രൈ ദ ബേബി, ഫീഡ് ഹെർ ആനിമൽസ്, വീഡ് ഓഫ് ഹെർ ഗാർഡൻ, പ്രസ് ദ ഷർട്ട്സ്. ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് എന്തെല്ലാം ജോലികളാണ് ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങളെ പരിപാലിക്കണം, തുണികൾ കേടുപാട് തീർത്തു വെക്കണം, വീടെല്ലാം വൃത്തിയാക്കണം, ഭക്ഷണം പാകം ചെയ്യണം, കുഞ്ഞിനെ നോക്കണം. പിന്നെയോ ആനിമൽസ് ഉണ്ടെങ്കിൽ അതിന് തീറ്റ കൊടുക്കണം, അവരുടെ തോട്ടത്തിലെ കളകളെല്ലാം പറിച്ച് അവിടെ വൃത്തിയാക്കണം. പിന്നെയോ ഷർട്ട്, ഡ്രസ്സെല്ലാം തേച്ച് വെക്കണം, അയൺ ചെയ്ത് വെക്കണം. പ്രസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുണികൾ ഇസ്തിരിയിട്ട് വെക്കണം എന്നതാണ്. അതുമാത്രമാണോ? ദ ടോട്ട്സ് ടു ഡ്രസ്, ദ കെയിൻ ടു ബി കട്ട്, ഐ ഗോട്ട് എ ക്ലീൻ അപ്പ് ദിസ് ഹട്ട്, ദെൻ സീ അബൌട്ട് ദ സിക്ക് ആൻഡ് ദ കോട്ടൺ ടു പിക്ക്. ടോട്ട്. ടോട്ട് മീൻസ് വെരി യങ് ചൈൽഡ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് ഇടിച്ചു കൊടുക്കണം. ദ കെയിൻ ടു ബി കട്ട്. കെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഷുഗർ കെയിൻ ആണ്. ഷുഗർ കെയിൻ പാകമായത് കട്ട് ചെയ്തെടുക്കണം. പിന്നെയോ ഐ ഗോട്ട് എ ക്ലീൻ അപ്പ് ദിസ് ഹട്ട്. ഈ ഹട്ട്, ഈ താമസിക്കുന്ന വീടെല്ലാം വൃത്തിയാക്കണം. ദെൻ സീ അബൌട്ട് ദ സിക്ക്. പിന്നെയോ സുഖമില്ലാത്തവരായി വീട്ടിലുണ്ടെങ്കിൽ അവരെയും പരിചരിക്കണം. ആൻഡ് ദ കോട്ടൺ ടു പിക്ക്. ഷീ റിമെയിൻസ് ബിസി ഇൻ ഹെർ വർക്ക് ഫോർ ദ ഹോൾ ഡേ. ദിവസം മുഴുവനും അവൾ ഓരോരോ ജോലികളിലായി വളരെ തിരക്കിലാണ്. ഷൈൻ ഓൺ മീ സൺഷൈൻ, rain on me, rain, fall softly, dewdrops and cool my brow again. After her mechanical household life, she wishes to spend some time with nature. ദിവസേനയുള്ള യാന്ത്രികമായി അവൾ ചെയ്തു പോരുന്ന വീട്ടുജോലികളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അവൾക്ക് കുറച്ചു സമയം പ്രകൃതിയുമായി ചിലവഴിക്കണം. തെല്ലൊരാശ്വാസത്തിനായി അവൾ ആരെയെല്ലാമാണ് വിളിക്കുന്നത്? സൂര്യനെ, മഴയെ, മഞ്ഞുതുള്ളിയെ എല്ലാം വിളിക്കുകയാണ്. സൺഷൈൻ, ഷൈൻ ഓൺ മീ. റെയിൻ, റെയിൻ ഓൺ മീ. ഡ്യൂഡ്രോപ്സ്, മഞ്ഞുതുള്ളിയോട് പറയുകയാണ്, പതിയെ എന്നിലേക്ക് വീഴൂ, എൻ്റെ നെറ്റിയെ തണുപ്പിക്കൂ. സ്റ്റോം, ബ്ലോ മീ ഫ്രം ഹിയർ വിത്ത് യുവർ ഫിയേഴ്സസ്റ്റ് വിൻഡ്, ലെറ്റ് മീ ഫ്ലോട്ട് അക്രോസ് ദ സ്കൈ ടിൽ ഐ ക്യാൻ റെസ്റ്റ് അഗെയിൻ. എന്താണ് പറയുന്നത്? എന്നെ ഇവിടുന്ന് പറത്തിക്കൊണ്ടു പോകൂ എന്നവൾ കാറ്റിനോട് പറയുകയാണ്. ഫിയേഴ്സസ്റ്റ് മീൻസ് തീക്ഷ്ണമായ, ശക്തമായ. സ്റ്റോം
കൊടുങ്കാറ്റ് പോലെ വന്ന് എന്നെ ഇവിടുന്ന് പറത്തിക്കൊണ്ടു പോവൂ. ആകാശത്തിലൂടെ ഒരു ബലൂൺ പോലെ എനിക്ക് പാറിപ്പറന്നു നടക്കാം. അങ്ങനെ എനിക്ക് റെസ്റ്റ് എടുക്കാം. ടിൽ ഐ ക്യാൻ റെസ്റ്റ് അഗെയിൻ. അങ്ങനെ എനിക്ക് കുറച്ചു സമയം വിശ്രമിക്കാം. ഫാൾ ജെന്റ്ലി സ്നോഫ്ലേക്സ് കവർ മീ വിത്ത് വൈറ്റ് കോൾഡ് ഐസി കിസ്സസ് ആൻഡ് ലെറ്റ് മീ റെസ്റ്റ് ടു നൈറ്റ്. ഷീ ആസ്ക്ഡ് ദ സ്നോഫ്ലേക്സ് ടു ഫാൾ ഓൺ ഹെർ. മഞ്ഞുകട്ടകളോട് അവളുടെ മുകളിലേക്ക് വീഴാൻ അവൾ പറയുകയാണ്. കവർ മീ വിത്ത് വൈറ്റ് കോൾഡ് ഐസി കിസ്സസ്. മഞ്ഞുകട്ടകൾ കൊണ്ട് എന്നെ മൂടിയാലും. ആൻഡ് ലെറ്റ് മീ റെസ്റ്റ് ടു നൈറ്റ്. അങ്ങനെ ഞാൻ ഈ രാത്രി വിശ്രമിക്കട്ടെ. സൺ, റെയിൻ, കർവിംഗ് സ്കൈ, മൗണ്ടൻ, ഓഷ്യൻസ്, ലീഫ് ആൻഡ് സ്റ്റോൺ, സ്റ്റാർ ഷൈൻ, മൂൺ ഗ്ലോ, you are all that I can call my own. She loves to be with nature because she is fed up with boring routines of her. അവൾ പ്രകൃതിയുടെ കൂടെ ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്താണ്? ദിവസേനയുള്ള അവളുടെ ഈ ജോലികളിൽ നിന്ന് മാറി കുറച്ചു സമയം പ്രകൃതിയോട് ചേർന്ന് വിശ്രമിക്കട്ടെ എന്നാണ് അവൾ പറയുന്നത്. അതിന് ആരെല്ലാമാണ് അവൾ വിളിക്കുന്നത്? സൺ, റെയിൻ, കർവിംഗ് സ്കൈ ആകാശകമാനം, മൗണ്ടൻ, ഓഷ്യൻ, ലീഫ് ആൻഡ് സ്റ്റോൺ, സ്റ്റാർ ഷൈൻ, മൂൺ ഗ്ലോ, സൂര്യനും മഴയും ആകാശവും മലനിരകളും സമുദ്രങ്ങളും ഈ പ്രകൃതിയിലുള്ള എല്ലാം, നക്ഷത്രത്തിന്റെ തിളക്കവും ചന്ദ്രന്റെ പ്രകാശവും എല്ലാം ഷീ കോൾസ് ദം ഹെർ ഓൺ. അവൾ അവളുടേത് മാത്രമാണെന്നാണ് പറയുന്നത്. ഭൂമിയിലെ മനോഹരങ്ങളായ ഇവയെല്ലാം അവൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. മായ ആഞ്ചലോ വാസ് ആൻ അമേരിക്കൻ ഓഥർ, പോയറ്റ്, ഡാൻസർ, ആക്ട്രസ് ആൻഡ് സിംഗർ. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹെർ സീരീസ് ഓഫ് 7 autobiographies which focus on her childhood and early adult experiences. The first, I Know Why the Caged Bird Sings, tells of her life up to the age of 17, and it brought her international recognition and acclaim. മായ ആഞ്ചലോ ഒരു അമേരിക്കൻ എഴുത്തുകാരിയും കവയിത്രിയും ഡാൻസറും ആക്ട്രസും സിംഗറുമാണ്. മായ ആഞ്ചലോയുടെ വിഖ്യാതമായ ആത്മകഥയാണ് ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് എന്നത്. 7 സീരീസ് ആയിട്ടാണ് അവർ ആത്മകഥ എഴുതിയിട്ടുള്ളത്. അതിൽ ആദ്യത്തേതാണ് ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ്. ലെറ്റ് us revisit the poem. Who is the speaker of the poem? ഈ പോയത്തിലെ സ്പീക്കർ ആരാണ്? എ വുമൺ. എ വുമൺ ഈസ് ദ സ്പീക്കർ ഓഫ് ദ പോയം. Is the woman really happy to do her household chores? Mention the lines from the poem which support your answer. ഈ പോയത്തിലെ സ്ത്രീ അവളുടെ വീട്ടുജോലി ചെയ്യുന്നതിൽ ശരിക്കും സന്തോഷിക്കുന്നുണ്ടായിരുന്നോ? The woman is not happy about doing the household chores. അവൾ ഒരിക്കലും സന്തോഷവതിയായിരുന്നില്ല. അതിനെ കാണിക്കുന്ന വരികൾ ഏതൊക്കെയാണ്? Storm, blow me from here with your fiercest wind. Let me float across the sky till I can rest again. Why does the woman ask the storm to blow her from there? എന്തുകൊണ്ടാണ് സ്ത്രീ കാറ്റിനോട് തന്നെ ഇവിടുന്ന് പറത്തിക്കൊണ്ട് പോവാൻ പറഞ്ഞത്? She is very tired of her works and badly needs a break. So the woman asked the storm to blow her from there. അവൾ അവളുടെ ജോലികളിൽ വളരെയധികം ക്ഷീണിതയായിരുന്നു. അവൾക്കൊരു ബ്രേക്ക് എടുക്കേണ്ടത്, റെസ്റ്റ് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് കാറ്റിനോട് തന്നെ ഇവിടുന്ന് പറത്തിക്കൊണ്ടു പോകൂ എന്നവൾ പറഞ്ഞത്. Look at the lines given below. Fall gently, snowflakes, cover me with white, cold, icy kisses, and let me rest tonight. Here, the woman seeks relief from her busy world of household chores. She requests the snowflakes to help her. Here, snowflake is considered as her friend and a human being. Can you find out similar examples from the poem? Pick out the lines.
എന്താണ് പറഞ്ഞിരിക്കുന്നത്? പോയത്തിലെ സ്ത്രീ തിരക്കേറിയ തന്റെ വീട്ടുജോലികളിൽ നിന്ന് ഒരു റിലീഫിന്, ആശ്വാസത്തിനായിട്ട് തന്നെ സഹായിക്കൂ എന്ന് സ്നോഫ്ലേക്സിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഹിയർ സ്നോഫ്ലേക്ക് ഈസ് കൺസിഡേർഡ് ആസ് ഹെർ ഫ്രണ്ട്. ആ സ്ത്രീയുടെ സുഹൃത്തായാണ് സ്നോഫ്ലേക്സിനെ അവൾ കാണുന്നത്, ഒരു മനുഷ്യജീവിയെ പോലെ. അതുപോലെയുള്ള സിമിലർ എക്സാമ്പിൾ ഈ പോയത്തിൽ ഏതാണുള്ളത്? ആ വരികൾ എടുത്തെഴുതുക. ഏതാണ്? സൺ, റെയിൻ, കർവിംഗ് സ്കൈ, മൗണ്ടൻ, ഓഷ്യൻസ്, ലീഫ് ആൻഡ് സ്റ്റോൺ, സ്റ്റാർ ഷൈൻ, മൂൺ ഗ്ലോ, യു ആർ ഓൾ ദാറ്റ് ഐ ക്യാൻ കോൾ മൈ ഓൺ. അടുത്തത് നോക്കൂ. യു ആർ ഓൾ ദാറ്റ് ഐ ക്യാൻ കോൾ മൈ ഓൺ. വൈ ഡസ് ദ വുമൺ സേ സോ? വിച്ച് among the following is not a possible answer? എന്തുകൊണ്ടാണ് അവൾ പറഞ്ഞത് യു ആർ ഓൾ ദാറ്റ് ഐ ക്യാൻ കോൾ മൈ ഓൺ? നിങ്ങളെല്ലാവരെയും എനിക്ക് എൻ്റേതെന്ന് പറയാമെന്ന് എന്തുകൊണ്ടാണ് അവൾ പറഞ്ഞത്? താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്ന് ഈ ചോദ്യത്തിന്റെ ഉത്തരമാകാൻ സാധ്യതയില്ലാത്തതിനെ കണ്ടെത്തുക. ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ഓൺലി നേച്ചർ ദാറ്റ് ഗീവ്സ് ഹെർ കമ്പനി ആൻഡ് റിഫ്രഷസ് ഹെർ മൈൻഡ് ആൻഡ് ബോഡി. ആ പറഞ്ഞത് ശരിയല്ലേ? അതെ, നേച്ചർ, പ്രകൃതിയാണ് അവൾക്ക് ആശ്വാസമാവുന്നതും അവളുടെ മനസ്സിനും ശരീരത്തിനും ഉണർവേകുന്നതും. അത് ഇതിന് ഉത്തരമായി വരും. അതാണോ കണ്ടെത്തേണ്ടത്? ഉത്തരമാവാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടെത്തേണ്ടത്. അടുത്തത് നോക്കാം. ഷീ ക്ലെയിംസ് ദാറ്റ് ദേ ഓൾവേസ് റിമെയിൻ ബിസൈഡ് ഹെർ ആസ് ലൈഫ് ഗിവിംഗ് ഫ്രണ്ട്സ്. അവൾക്ക് ജീവൻ നൽകുന്ന നല്ല സുഹൃത്തുക്കളായി അവരെപ്പോഴും അവളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് അവൾ പറയുന്നത്. അതുമല്ല, ഷീ ഹാസ് നോ അതർ ട്രൂ കമ്പാനിയൻ ഇൻ ലൈഫ്. പ്രകൃതിയല്ലാതെ കൂട്ടായി അവൾക്ക് മറ്റാരുമില്ല. അതും ശരിയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരമായി വരുന്നത് ഏതാണ്? ഡി ആണ്. നേച്ചർ ഈസ് ദ ഓൺലി എനിമി ദാറ്റ് ഷീ ഹാസ് ഇൻ ഹെർ ലൈഫ്. അത് ശരിയാണോ? അല്ല, നേച്ചർ അവളുടെ എനിമി അല്ല. പിന്നെയോ? അവളുടെ കമ്പാനിയനാണ്, ഫ്രണ്ടാണ്. ഡി ഓപ്ഷനാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.